നമ്മുടെ ട്രിപ്പ്, ഫുൾ ടൈം ട്രിപ്പ്. അപ്പോൾ എവിടെ നിന്ന് ഞാൻ പറയാം. ബൈ ദ വേ, അഞ്ചേച്ചിയും ഷിനിയാൻ്റെയും മാക്സിമം ഉണ്ട്. അത് പറഞ്ഞത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പറയാം. നമ്മൾ പോയത് വയനാടാണ് പോകുന്നത്. ഇപ്പം പാതിരാത്രി 11:34 അപ്പം നമുക്കിനി പോണ വിശേഷങ്ങളാണ്. അതിന് വയനാട് ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അപ്പം അഞ്ചേച്ചി കാണാം. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം ഒരു പേഴ്സണും കൂടെ വണ്ടിക്കകത്ത് വണ്ടി പോകണമെങ്കിൽ. യെസ്, എൻ്റെ അമ്മ. അപ്പം നമ്മൾ അഞ്ചേച്ചിയെ കൂട്ടണം, ഷിനിയെ കൂട്ടണം, മാക്സിമം കൂട്ടണം. പിന്നെ വേറൊരു ഗസ്റ്റും കൂടെ ഉണ്ട് ഇതുവരെ കാണാത്ത, വ്ളോഗിലേ വരാത്ത. അപ്പം അവരെയും കൂട്ടണം. അപ്പം നമ്മൾ നേരെ അഞ്ചേച്ചി വീട്ടിലേക്ക് അഞ്ചേച്ചിയെ കാണാൻ വേണ്ടി പോവാം. ഓക്കെ. അപ്പം നമ്മള് വൈകുന്നേരത്തുണ്ട് ഉറങ്ങി തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗിൽ അഞ്ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങിയിട്ടില്ല, ഒരു വ്ളോഗുകൾ എടുക്കാറ്റില്ല. ലാസ്റ്റ് ഒരു ഹോട്ടലിൽ വന്ന് ഫ്രണ്ടിക്കാരുന്നു. അപ്പം ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. അപ്പം അവിടെയും കൂടെ പോകണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഹോട്ടലിട്ട് വില്ലേജ് ചോദിച്ചു. ഹോട്ടൽ പുറത്തൊക്കെ വെച്ച് ടെന്നീസ് കളിക്കണ്ടിട്ടാ. ഇവിടെ കുറച്ച് നേരം വ്ളോഗ് എടുക്കാം. അപ്പം നമ്മൾ ഇവിടെ സിമ്പിളൊക്കെ ഉണ്ട്. എല്ലാവരും ഇപ്പോൾ സിമ്പിളാണ്. അതാണ് ഞാൻ ഈ ഡ്രസ്സ് നേരാണ്. അപ്പം സിമ്പിൾ ഞാൻ കാണാം, അന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ട് വ്ളോഗ് എടുക്കാതിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മടുത്തിരിക്കണായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ പറഞ്ഞില്ല. ഗൈസ് അപ്പം നല്ല ബാൽക്കണിയൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഞണ്ണം കണ്ടോണ്ടിരിക്കണേണ്. ഗൈസ് ഇനി നമ്മൾ എങ്ങോട്ടാ? മൈസൂർ. അപ്പോൾ നമ്മൾ മൈസൂർ പോയി കഴിഞ്ഞിട്ട് അവിടെ കട്ടിയാണ്. അപ്പം നമ്മൾ മൈസൂരൊക്കെ പോണേണ്. മൈസൂർ പാലസിലേക്ക് പോണേണ്. അപ്പം അവിടെ റിസോർട്ട് ബുക്ക് ചെയ്യണം. എന്തായാലും ഒരു അക്കം കഴിഞ്ഞിട്ട് പിന്നെ കാണാം. അപ്പോൾ നമ്മൾ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ഇതിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ പതുക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സ്ഥലം കാണാൻ പറ്റും. ഉണ്ടല്ലേ അടുത്ത ഫ്ലവർ. ഇതും കൂടെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ മൈസൂർ പാലസ് എത്തിയിട്ടുണ്ട്. ഇതാണപ്പം വീഡിയോ ഞാൻ ഇതും കൂടെ കണ്ടിട്ട് തരാം. രാവിലെ നമ്മൾ പിന്നെയും പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ എങ്ങോട്ടാ പോണത് ഞാൻ പറയാം. അഞ്ചേച്ചി പറയും. മൈസൂർ സൂയിലേക്കാണ് ഗൈസ്. കുഞ്ഞി വേണ്ട. അപ്പൊ നമ്മളിവിടെ അമ്മയില്ല, കാരണം അമ്മക്ക്
തലവേന. നമ്മൾ പാലസിലേക്ക് വരുമ്പോ വരാന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് സൂയിലേക്ക് ജസ്റ്റ് ഒരു 3 minutes മതിയായിരിക്കും. നമ്മളിപ്പം അമ്പാരി എന്ന് പറഞ്ഞ ഒരു എന്താണ് ഒരു റൂംസിലാണ്. അപ്പം നമുക്ക് അവിടെ വെച്ചാണ്. ഹായ്, അപ്പോൾ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സൂര്യയിലെ ഫസ്റ്റ് പള്ളിയിൽ ജർമ്മനി പോലത്തെ ഒരു പള്ളിയാണ്. അപ്പൊ പള്ളിയിൽ ഞാൻ കാണിച്ചുതരാ കേട്ടാ. ജർമ്മനി മോഡൽ പള്ളി ഞാൻ പറഞ്ഞതാ. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് വ്യൂ ഫ്രണ്ടിലത്തെ വ്യൂ എടുക്കാം. നമുക്ക് മൈസൂർ പാലസും പിന്നെ ഒരു സൂവും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ പോണേ ചേച്ചി നമ്മുടെ നാട്ടിലേക്ക്. ഇതിൽ കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് കേട്ടാ ചേച്ചി പറഞ്ഞെന്നാണ്. ഇവിടെ കൊറേ എഴുതിയിട്ടുണ്ട്. ഇതുപോലത്തേക്ക ഇങ്ങനെ നടന്നു പോണം. ഡു നോട്ട് റൈറ്റ് ദ വാൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകുന്നത് കുറേ സ്ഥലത്ത്. പക്ഷെ ഇത് മസ്റ്റ് എക്സ്പീരിയൻസ് ഇതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടോ. ഞാൻ അധികം കാണിക്കല്ല വ്ളോഗിൽ കൂടെ. അതിന്റെ പൊക്കത്തൊക്കെ കണ്ട. പിന്നെ ഈ അതിൽ കൂടെ കാണിക്കല്ല, വലിയ മൃഗങ്ങളെ കാണിച്ചിട്ട് വേണമെങ്കിൽ. ഇതാണ് ഇത് നമ്മൾ കുറെ നടക്കാം. ഇതാണ് അവിടെ ഉണ്ടട്ടാ. പിന്നെ സാധനം കാണിച്ചില്ല. പക്ഷെ ആളോടെ ഇഞ്ചി ഇതാണ്. ഇതിപ്പം നമ്മൾ വൃന്ദാവനൊരു ഗാർഡനിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളൊരു ചേട്ടനോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞത്. ആ ചേട്ടന് 100 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പം നമുക്ക് ആ ചേട്ടൻ ടിക്കറ്റ് എടുക്കുന്നത് കാത്തിരിക്കാം. അത് വൃന്ദാവൻ കണ്ണടി. അപ്പോൾ നമ്മൾ റൈഡിന് കൊണ്ടിരിക്കണേ ഒരു 1 പേഴ്സണിന് 100 രൂപ. അപ്പോൾ 7 പേഴ്സൺ ആകുമ്പോൾ 700. ഓക്കെ, 700 നമ്മൾ കൊടുത്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ വ്യൂ പോയിന്റിലൊക്കെ 2 മിനിറ്റ് നിർത്തുള്ളൂ. പിന്നെ ഫ്ലവേഴ്സ് ഇൻസൈഡൊക്കെ നമുക്ക് നടന്നു തന്നെ കയറണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാൻ്റെയും മാക്സി ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതാണ്ട കേറാം. അത് പബ്ലിക് പ്രയോറിറ്റി. നോക്കാം അങ്ങോട്ട് ഒരു സാധനം കൂടെ കാണിച്ചുതരാം. ബൃന്ദാവൻ ഗാർഡൻ, മൈസൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബൃന്ദാവൻ ഗാർഡൻ നമ്മൾ കൊണ്ടുപോകുന്നത്. അവര് നമ്മളെ നോക്കിക്കൊണ്ടുപോകണ എല്ലാരും നമ്മളെ നോക്കിക്കൊണ്ടുപോകണം. ചേച്ചി ഹായ് ഗൈസ്, നമ്മുടെ നേരെ വീഡിയോ കാണാനുണ്ട്. ഹലോ ബൃന്ദാവൻ കാണാനുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താ ഒരു സ്ഥലത്തിട്ടുണ്ട്. പിന്നെ കൊച്ചുങ്ങൾക്ക് കൊണ്ട് പാർക്കും ഉണ്ട് കേട്ടോ. കാര്യം പറഞ്ഞേക്കാം, പാർക്കും ഉണ്ട് അവിടെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്ക് കൊച്ചുങ്ങൾക്ക് കളിക്കാണെങ്കിൽ പാർക്കും പിന്നെ ഗാർഡനും എല്ലാത്തേക്കും ഉണ്ട്. ലൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം ഞാൻ ഇപ്പം ഫോട്ടോ എടുത്ത് കാണാം. ചെറിയൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി വന്നാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് വീഡിയോ നിർത്തണേന്ന് ചെക്കൻ പാട്ടും കൂടെ ഉണ്ട്. നിങ്ങൾ അതാ കൊച്ചിരിക്കും.
അപ്പൊ സെക്കൻഡ് പാർട്ട് തന്നെ വരും. ബൈ.